സന്തോഷ് കുമാർ സാറേ, നമസ്കാരം. നമ്മൾ ഇപ്പോഴേ ഒരു സൈഡിൽ മഴ കടുക്കുന്നു, മറുവശത്ത് കോവിഡ് അടക്കമുള്ള കേസുകൾ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ഈ വർഷം തുറക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മഴക്കാല രോഗങ്ങളെ പറ്റിയിട്ട് സാറിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ സാറിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയാമോ? മഴക്കാല രോഗങ്ങൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഡെങ്കിപ്പനി, എലിപ്പനിയുമാണ് എല്ലാ വർഷവും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ലേശം കോവിഡും കൂടെ ഇത്തവണ ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ അതത്ര ഒരു ഗുരുതരമാണെന്ന് തോന്നുന്നില്ല. ഈ മുതിർന്ന ആളുകളിൽ വേറെ അസുഖങ്ങളും കൂടെ ഉള്ള മുതിർന്ന ആളുകളിൽ ചിലപ്പോൾ ഗുരുതരമായിരിക്കാം. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അതൊരു ഗുരുതരമാകാൻ സാധ്യതയില്ല. പിന്നെ നമ്മുടെ എലിപ്പനിയും ഡെങ്കിപ്പനിയും അത് എല്ലാ വർഷവും വരുന്നത് ഈ വർഷവും വരും. നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഈ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആ പാത്രങ്ങൾ, ചിരട്ടകളെല്ലാം എടുത്ത് കമഴ്ത്തി കളയണം. ഒരാഴ്ച അല്ലെങ്കിൽ 5-6 ദിവസം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതിൽ കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞ് വരും. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. പിന്നെ എലിപ്പനി, അത് എലിയുടെ ബാഹുല്യം നമുക്ക് തടഞ്ഞേ മതിയാവുള്ളൂ. അതിപ്പോൾ നമ്മുടെ ധാന്യങ്ങൾ സംരക്ഷിക്കാൻ തന്നെ അത് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ നാച്ചുറലി നമ്മുടെ ജീവൻ രക്ഷിക്കാനും അത് ചെയ്യണം. കാരണം അത് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ വന്നിട്ട് അതങ്ങ് മാറുമെന്ന് വിചാരിക്കും, വീണ്ടും രണ്ടാമത് പനി വരികയും നമ്മുടെ ജീവൻ എടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഡെങ്കിപ്പനിക്കും ആ അവസ്ഥയുണ്ട്, ഇല്ലെന്നല്ല. എങ്കിലും എലിപ്പനിക്ക് അത് വളരെ, രണ്ടാമത്തെ പനി വളരെ സീരിയസ്. മുതിർന്നവരിൽ കാണപ്പെടുന്ന അതേ രോഗലക്ഷണങ്ങൾ തന്നെയാണോ സാറേ കുട്ടികളിലും? തീർച്ചയായിട്ടും കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. രോഗലക്ഷണങ്ങളിൽ വ്യത്യാസമൊന്നുമില്ല. സാധാരണ രീതിയിൽ പനി എന്നുള്ള പദത്തിനെ പലരും പല രീതിയിൽ എടുക്കാറുണ്ട്. ഇപ്പോൾ കൊല്ലം, തിരുവനന്തപുരം പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ പനി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഒരു ജലദോഷ പനികളെയാണ്. പക്ഷേ ശരിക്കും പനി എന്ന് ഉദ്ദേശിക്കുന്നത് ഫീവർ അല്ലേ? ടെമ്പറേച്ചർ ഉള്ളതിനെയാണ് പനി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ അതെ, നമ്മുടെ ശരീരത്തിൻ്റെ താപമാനം കൂടുന്നതിനെ തന്നെയാണ് പനി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അവിടെ എന്തോ കൂടുതൽ വർക്ക് ചെയ്യുന്നു. ഒരു മെഷീൻ കൂടുതൽ വർക്ക് ചെയ്താൽ ചൂട് വരുമല്ലോ. അപ്പോൾ അതേമാതിരി ശരീരം സാധാരണയിൽ കവിഞ്ഞ് ജോലി ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും സാധാരണമായ കാരണം ഏതെങ്കിലും ഒരു അണുബാധയാണ്. അപ്പോൾ അണുവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശരീരം ശ്രമിക്കുന്നതിൻ്റെ ആ ചൂടാണ് സാധാരണ കാണുന്നത്. ഈ ചൂട് ഉണ്ടാകുന്ന കുട്ടികൾക്കെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്ന് പാരസെറ്റമോൾ തന്നെയല്ലേ? തീർച്ചയായും പാരസെറ്റമോളാണ് ഏറ്റവും സേഫായിട്ടുള്ളത്. മറ്റു മരുന്നുകളും ഉപയോഗിക്കാം, പക്ഷേ പാരസെറ്റമോൾ ഉപയോഗിച്ചാൽ ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും പനി കുറഞ്ഞിരിക്കണം. അതിനകം പനി വരികയാണെങ്കിൽ ഡോക്ടറെ ഉടനെ കാണണം. കാരണം അത് സാധാരണ പനി ആവാൻ സാധ്യതയില്ല. എന്നാൽ പനി നമ്മളൊരു 4 മണിക്കൂറിന് അകം തന്നെ വീണ്ടും വരുന്നു, അതുകൊണ്ട് രണ്ടാമതൊരു മരുന്നും കൂടെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കരുത്. അത് ഡോക്ടർ തീരുമാനിക്കട്ടെ. സ്വാഭാവികമായിട്ടും പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ ചൂട് അല്പം കുറയണം. തീർച്ചയായും കുറയണം. അതേ സമയത്ത് ചൂട് മാറാതെ തന്നെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡേഞ്ചർ സൈൻസ് ആണ്. ഇനി മറ്റ് ഡേഞ്ചർ സൈൻസ് എന്തൊക്കെയാണ് സാറേ? ഈ പറഞ്ഞ പോലെ നമ്മൾ പേടിക്കേണ്ട, ഈ പനിക്കാലത്ത് പേടിക്കേണ്ട, കുഞ്ഞുങ്ങളിൽ പേടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡേഞ്ചർ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതികഠിനമായ പനി, പ്രത്യേകിച്ചും പാരസെറ്റമോൾ കൊടുത്താൽ കുറയാത്ത പനി. 2, കുട്ടി ഒരുമാതിരി നമ്മൾ സാധാരണ ഭാഷയിൽ മാണ്ട് കിടക്കുമെന്ന് പറയും. അതായത് ഒരു തളർന്ന് കിടക്കുന്നു. പിന്നെ അല്ലെങ്കിൽ എണീക്കുമ്പോൾ തലകറക്കം വരുന്നു, വീണ്ടും കുട്ടി കിടക്കുന്നു. സാധാരണഗതിയിൽ പനി ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ ഓടിക്കളിക്കുകയാണ് പതിവ്. അല്ലാതെ ഈ കിടക്കുക എന്നുള്ളത് സാധാരണ മുതിർന്നവരുടെ പരിപാടിയാണ്. കുട്ടികൾ പറ്റുമെങ്കിൽ കളിക്കും. പക്ഷേ കുട്ടി കളിക്കാതെ കിടക്കുന്നെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. പിന്നെ പനി അല്ലാത്ത ലക്ഷണങ്ങൾ, ഉദാഹരണമായിട്ട് കാര്യമായ ചുമയുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ന്യൂമോണിയ ആയിക്കൂടെ. അപ്പോൾ ദേഹത്തൊക്കെ ഇങ്ങനെ കുരുകുരുപ്പ് വരുന്നു, ചുമപ്പ് വരുന്നു, ചിലപ്പോൾ ഡെങ്കിപ്പനിയാകാം. അപ്പോൾ പനി അല്ലാത്ത മറ്റ് ലക്ഷണങ്ങളുണ്ടെങ്കിലും തീർച്ചയായും ഡോക്ടറെ കാണും. ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഡോക്ടറെ കണ്ട വിദഗ്ധ ഉപദേശം സ്വീകരിച്ച് തന്നെ പോകുന്നതാണ് അല്ലേ സാർ? അതെ, പ്രത്യേകിച്ചും ഈ പനി മാത്രമല്ല ലക്ഷണമെങ്കിലും, പനി അതികഠിനമാണെങ്കിലും, പനിയോടനുബന്ധിച്ച് കുട്ടി ക്ഷീണിതനാവുകയാണെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറെ. സാർ, സാധാരണ രീതിയിൽ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോയി ലാബിൽ പോയി ഏതെങ്കിലും ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഈ പനി നമ്മുടെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ആ അണു വരുന്ന സ്ഥലം നീര് പിടിക്കും. അപ്പോൾ ആ നീര് പിടിക്കുന്നതിൻ്റേതായ ലക്ഷണങ്ങളാണ് രക്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത്. അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു അടി കൊണ്ടു, അവിടെ നീര് വന്നു, അപ്പോഴും നമ്മൾ രക്തം പരിശോധിച്ചാൽ ഈ ലക്ഷണങ്ങൾ കാണും. അപ്പോൾ രക്തം പരിശോധിച്ചത് കൊണ്ട് പനിയുടെ കാരണം ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പരിശോധനകൾ അഫ്കോഴ്സ് ഡോക്ടർ പറഞ്ഞാൽ ചെയ്യണം. കാരണം ഡോക്ടർക്ക് വേറൊരു അസുഖമാണെന്ന് സംശയമുണ്ടെങ്കിൽ ഡോക്ടർ തീർച്ചയായും പറയും. ഉദാഹരണമായിട്ട് ഡെങ്കിപ്പനിക്ക് നമ്മൾ ആദ്യമേ
ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ഡോക്ടർ പറയാതെ ചെയ്യണം. ഓക്കെ സാർ, ഈ പനികൾക്കെല്ലാം ആന്റിബയോട്ടിക് കൊടുക്കുന്ന ഒരു രീതി ചില ആൾക്കാരുടെ ഇടയിൽ കാണുന്നുണ്ട്. ആ ഒരു പ്രവണതയെ സാർ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, ആൻറ്റിബയോട്ടിക്കുകൾ ഈ ബാക്ടീരിയ എന്ന് പറയുന്ന അണുക്കൾക്ക് മാത്രം ഉപയോഗമുള്ളൊരു സാധനമാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മുടെ സാധാരണ പനികൾ, പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളിൽ മിക്കവാറും വൈറസാണ്. അപ്പോൾ ഈ വൈറസ് പനിക്ക് ആൻറ്റിബയോട്ടിക് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഈ വൈറസ് പനികൾ, സാധാരണ വൈറസ് പനികൾ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഓക്കെ ആവും. അപ്പോൾ അങ്ങനെയുള്ളതിന് നമുക്ക് ഡോക്ടർ പരിശോധിച്ച് വേറെ കുറ്റമില്ല എന്ന് പറയുകയും ഡോക്ടർ ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മളായിട്ട് പറഞ്ഞ ആൻറ്റിബയോട്ടിക് വാങ്ങണ്ട. കാരണം എപ്പോഴും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ കൂടുതൽ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ കുഴപ്പമൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുഴപ്പമുണ്ട്. കാരണം ഒരു മരുന്നുകളും, ഒരു പ്രയോജനമുള്ള ഒരു മരുന്നുകൾക്കും ദോഷമില്ലാതെയില്ല. ഏത് മരുന്നിന് പ്രയോജനമുണ്ടോ അതിന് കുറച്ചെങ്കിലും ദോഷവും ഉണ്ടാവും. അപ്പോൾ ആ ദോഷം നമ്മൾ ഏറ്റുവാങ്ങണോ? പ്രയോജനമില്ലാതെ. കാരണം വൈറസ് ആണെങ്കിൽ പ്രയോജനമില്ലല്ലോ. അപ്പോൾ പ്രയോജനമില്ലാത്ത അവസരത്തിൽ നമ്മൾ ഈ ഒരു ചെറിയ ദോഷമായാലും അത് ഏറ്റുവാങ്ങണോ? അപ്പോൾ ഒരു ഡോക്ടർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാതിരിക്കുക നല്ലത്. ഇപ്പോൾ ഒരു പ്രവണതയുണ്ട്, ഒരു ഡോക്ടർ വേണ്ടാന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് പോവുക, എവിടുന്നെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം കുട്ടികളെ എത്രയും വേഗം സ്കൂളിൽ വിടുക എന്നുള്ള അമ്മമാരുടെയും അച്ഛന്മാരുടെയും ത്വരയാണ്. ശരിക്കും വിശ്രമിച്ചാൽ തന്നെ ഇത് സുഖമാകും. പക്ഷേ ഈ വിശ്രമം കൊടുക്കാൻ നമുക്കിപ്പോൾ സമയം കിട്ടുന്നില്ല. വിശ്രമമില്ലാതെ ശരീരത്തിന് അതിനെ സുഖമാക്കാനും പറ്റില്ല. അവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോൺഫ്ലിക്റ്റ്. സാറേ, ഒരുപാട് സന്തോഷം സാറേ വിലപ്പെട്ട അറിവുകൾ പകർന്നു നൽകിയത്. താങ്ക് യു സാർ. താങ്ക് യു.